ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ ആക്രമണങ്ങൾ നടക്കുകയാണ് എന്ന വാർത്തകൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. എന്നാൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതായിട്ട് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് പല എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇത് സാഹചര്യത്തെ എത്രമാത്രം ഗുരുതരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലും ഇലക്ട്രോണിക്സ് തടസ്സങ്ങളോ അഥവാ സൈബർ ആക്രമണങ്ങളോ ഒക്കെ നടക്കുന്നതായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഔദ്യോഗികമായിട്ട് അതിന് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൈബർ ആക്രമണം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും അത് പാകിസ്ഥാനോ അല്ലെങ്കിൽ അതുപോലെ ചൈനയോ നടത്തുന്ന ഒരു ആക്രമണമാണോ എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോഴും നമുക്ക് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമനോഹർ നായിഡു ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെ പ്രസ്താവന പല ദേശീയ മാധ്യമങ്ങളിലും വന്നിരുന്നു. നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു മാതൃഭൂമി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയുടെ 7 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് മന്ത്രി പാർലമെന്റിൽ സമ്മതിച്ചത്. അപ്പോ പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ സംഭവം നടന്നു തന്നെയാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച മന്ത്രി പറഞ്ഞത് 7 എയർപോർട്ടുകൾ എന്നാണ്. അതിന്റെ പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞില്ല. പക്ഷെ എന്തായാലും ഇതില് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ എയർപോർട്ടിലെ 10ാം നമ്പർ റൺവേയില് ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റേതൊക്കെ എയർപോർട്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല, രേഖകളിൽ ഉണ്ടാവാം. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജമ്മു എയർപോർട്ട്, അമൃത്സർ എയർപോർട്ട് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലുള്ള എയർപോർട്ടുകളിലൊക്കെ തന്നെ ഈ ലാൻഡിങ്ങിൽ ബുദ്ധിമുട്ടുകൾ വിമാനങ്ങൾ നേരിട്ടിരുന്നു. മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സ്പൂഫിംഗ് അറ്റാക്ക് എന്നാണ്. അതായത് സ്പൂഫിംഗ് എന്ന് പറയുന്നത് GPS സ്പൂഫിംഗ് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. അതായത് ആ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സംബന്ധിച്ച് കൊടുക്കുന്ന സിഗ്നലുകൾ, ക്ലിയറൻസുകളിൽ സ്പൂഫിംഗ് അതിശക്തമായ നമ്മുടെ കൺട്രോൾ ടവറുകളിൽ നിന്നും കൊടുക്കുന്ന സിഗ്നലിനേക്കാൾ ശക്തമായ സിഗ്നലുകൾ, നിരവധി സിഗ്നലുകൾ പ്രവഹിപ്പിച്ച് വിമാനത്തിന്റെ റിസീവറുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും, ഇപ്പോ റൺവേ ഇവിടെ ഒരു പ്രത്യേക സ്ഥാനത്താണ്, ഒരു പ്രത്യേക ഡിഗ്രിയിൽ ഉള്ള റൺവേ അവിടെയല്ല മറ്റൊരു സ്ഥാനത്താണെന്നുള്ള ഒരു പ്രതീതി വിമാനത്തിന്റെ സിസ്റ്റങ്ങൾക്ക് ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സ്പൂഫിംഗ് അറ്റാക്ക്. പലപ്പോഴും യുദ്ധങ്ങളിലൊക്കെ ഈ സ്പൂഫിംഗ് അറ്റാക്ക് നടത്താറുണ്ട്. ജാമിങ്, സ്പൂഫിംഗ് ഇപ്പോ ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായിട്ട് നിരന്തരം നടത്തുന്ന ആക്രമണങ്ങളാണ്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ ഈ 7 എയർപോർട്ടുകൾക്ക് നേരെ നടന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് ഇത് വിമാനങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിലെ സ്പൂഫിംഗ് പ്രതിരോധ സംവിധാനങ്ങൾ വളരെ വിജയകരമായിട്ട് ഇതിനെ അതിജീവിക്കുകയും വിമാനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഉടനടി തന്നെ പരിഹാരം കണ്ടെത്തുകയും ഈ സ്പൂഫിംഗ് സിഗ്നലുകളെ മുഴുവൻ തന്നെ അതായത് അതിന് പ്രസക്തി ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് മന്ത്രി പാർലമെന്റിൽ കൊടുത്തത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുവിന്റെ സ്പൂഫിംഗ് അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിച്ചു എന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നു. ഈ സ്പൂഫിംഗ് അറ്റാക്ക് ആരാണ് നടത്തിയത്? ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് അതോ ഏതെങ്കിലും ഭീകര സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ടോ? ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി മന്ത്രി പാർലമെന്റിൽ നൽകിയിട്ടില്ല. സാമാന്യ
ജ്ഞാനം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ഭീകര സംഘടനയ്ക്ക് നടത്താവുന്നതിനപ്പുറമുള്ള ഒരു ആക്രമണമാണ്. ഇത് എവിടെ നിന്നാണ് ഈ ആക്രമണം നടത്തിയത്? ഇപ്പൊ നമുക്കറിയാം, യുദ്ധം അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള എയർപോർട്ടുകളിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ പ്രദേശത്തു നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ആക്രമണമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്കെത്താം. അതായത് ജമ്മു എയർപോർട്ടിലോ അമൃത്സർ എയർപോർട്ടിലോ ഒക്കെ നടക്കുന്ന ആക്രമണങ്ങൾ ഈ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഡൽഹി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡൽഹിക്കും അപ്പുറത്ത് ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള ചില എയർപോർട്ടുകളിലും ഈ ആക്രമണം ഉണ്ടായെങ്കിൽ അത് ഏത് മാർഗത്തിലാണ് ഉണ്ടായത്? ശത്രുക്കൾ ആരെങ്കിലും ഇന്ത്യയിൽ കടന്നു കയറി അവരുടെ സ്പൂഫിംഗ് ഉപകരണങ്ങൾ മറ്റെവിടെയെങ്കിലും സ്ഥാപിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, റഷ്യയുടെ TU ബോംബർ വിമാനങ്ങൾ യുക്രൈൻ ഒരു ഡ്രോൺ ആക്രമണത്തിൽ തകർത്ത ഒരു വാർത്ത ഏതാണ്ട് കുറച്ച് 4-5 മാസം മുമ്പ് നമ്മളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ അവർ അതിർത്തിയിൽ നിന്നൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരു അതിർത്തി കടന്ന് 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ കടന്ന് ഒരു ഡ്രോൺ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകൾ ഇപ്പോൾ ഇതുവരെ ലോകം വികസിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ഫസ്റ്റ് പേഴ്സൺ FPV ഡ്രോണുകൾ, ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഒളിച്ച് ട്രക്കുകളിൽ റഷ്യയിലേക്ക് സ്മഗിൾ ചെയ്ത് കള്ളക്കടത്ത് നടത്തി ഈ വിമാനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തിനരികെ ഒരു മീറ്ററുകൾ അകലെ, അതായത് 200-500 മീറ്റർ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഈ ഡ്രോൺ ഈ ട്രക്കുകളിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് വന്നത്. ഇവിടെയും ഇത്തരത്തിൽ ഉള്ള ഒരാക്രമണമാണോ സംഭവിച്ചത്? ആരെങ്കിലും ശത്രു നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറിയിരുന്നോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു വാർത്തയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടോ ദേശീയ മാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഇത്തരം ചർച്ചകൾ നടന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്തായാലും ചില മാധ്യമങ്ങളിലൊക്കെ ഇതൊരു സ്പൂഫിംഗ് ആക്രമണമാണ് എന്നുള്ള ഒരു വസ്തുത ചില മാധ്യമങ്ങളെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് തള്ളിക്കളയേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല, മന്ത്രി വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ സ്പൂഫിംഗ് ആക്രമണങ്ങളെയൊക്കെ തോൽപ്പിക്കാനുള്ള, ശത്രുവിന്റെ ആക്രമണങ്ങളെ തോൽപ്പിക്കാനുള്ള കൃത്യമായ ശക്തി ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ വളരെയധികം ജാഗരൂകത നമ്മുടെ വിമാനത്താവളങ്ങളിൽ പുലർത്തും എന്നുമാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു അറിയിപ്പാണ്. കാരണം ഇന്ത്യയിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉണ്ടായ എയർ ഇന്ത്യയുടെ ബോയിങ് 787-A171 എന്ന് പറയുന്ന വിമാനത്തിനുണ്ടായ അപകടം ഒറ്റ വ്യക്തി മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മുടെ വ്യോമയാന രംഗത്തെ സുരക്ഷയെക്കുറിച്ച് വളരെ അധികം സംശയങ്ങൾ ഉയർത്തുന്നു. മാത്രവുമല്ല, നമ്മുടെ ഒരു തേജസ് വിമാനം ദുബായ് എയർ ഷോയ്ക്കിടയിൽ തകർന്നു വീണതും അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ സ്പൂഫിംഗ് അറ്റാക്ക് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അറിവ് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ സാധാരണ വിമാനയാത്രികനെ സംബന്ധിച്ച് ഇന്ന് വിമാനയാത്ര എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരുടെ ഒന്നും കുത്തകയൊന്നുമല്ല. വളരെയധികം ആൾക്കാർ വിമാനയാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ നിരവധി ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം തീർച്ചയായിട്ടും വലിയ ആശങ്കകൾ ഉയർത്തുന്ന വിഷയവുമാണ്. അതിനകത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ അവശേഷിക്കുന്നു. എന്തായാലും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഒരു ആക്രമണത്തെ വിജയകരമായിട്ട് തടുത്തു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഈ GPS സ്പൂഫിംഗ് എന്ന് പറയുന്ന അതിശക്തമായ സിഗ്നലുകൾ വിട്ട് നമ്മുടെ വിമാനങ്ങളുടെ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് എങ്ങനെയാണ് അവർ സാധിച്ചെടുത്തത്? ഇനി ഉപഗ്രഹം വഴിയാണ് ഇത് ചെയ്തതെങ്കിൽ നിശ്ചയമായിട്ടും പാകിസ്ഥാന്റെ പിടിയിൽ നിൽക്കുന്ന അല്ലത്. അത് ചെയ്യാനുള്ള കരുത്തുള്ള
ഒരേ ഒരു ശത്രു ഇപ്പോഴും ഇന്ത്യക്കുള്ളത് ഒന്നുകിൽ അമേരിക്ക ആവാം, അതല്ലെങ്കിൽ ചൈന ആവാം. തൽക്കാലം അമേരിക്കയെ ഇക്കാര്യത്തിൽ സംശയിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് ചൈനയുടെ തന്നെ ഒരു കള്ളക്കളിയാണോ എന്ന് ഉള്ള രീതിയിൽ സംശയിക്കാനാണ് സാധ്യത. ഇനി മറ്റൊരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. സമയം അതിക്രമിച്ച് ഇരിക്കുകയാണ്. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോയിങ് 737 നാരോ ബോഡി ജെറ്റിന്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിങ് അവർ നടത്തിയിരുന്നു. ക്ഷമിക്കണം, എയർബസിൽ, ബോയിങ് അല്ല, എയർബസിൽ. അപ്പൊ ഈ എയർബസിന്റെ അപ്ഗ്രേഡിങ് നടത്തിയത് ഒരു സോളാർ റേഡിയേഷൻ കൊണ്ടാണ് എന്നുള്ളതാണ് കമ്പനി അന്താരാഷ്ട്ര തലത്തിൽ ഇറക്കിയ വാർത്താക്കുറിപ്പ്. പക്ഷേ സോഫ്റ്റ്വെയർ മേഖലയിലെ പല വിദഗ്ധരും ചില ചർച്ചകളിലെങ്കിലും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത്, അങ്ങനെ സോളാർ സ്റ്റോം ഉണ്ടായാൽ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ കൊണ്ട് പെട്ടെന്ന് തന്നെ ഡിഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ല വിമാനങ്ങളിലുള്ളത്. കാരണം സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. പീരിയോഡിക്കലായിട്ട് കാലാകാലങ്ങളിലായിട്ട് സോളാർ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അപ്ഗ്രഡേഷൻ വേണ്ടി വന്നതെന്നുള്ളത് അവിശ്വസനീയമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ബോയിങ്ങും എയർബസും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഇൻഡസ്ട്രിയൽ വാർഫെയർ തന്നെ നടന്നിട്ടുണ്ടോ, അതായത് രണ്ട് വ്യവസായ സാമ്രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ യുദ്ധത്തിന്റെ ഒരു അനന്തരഫലമാണോ ഇത് എന്നുള്ള ഒരു സംശയമുള്ളതായിട്ട് ചില സോഫ്റ്റ്വെയർ വിദഗ്ധർ സംശയം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല അവർ പറയുന്നത് ഒരു വിമാനത്തിന് എപ്പോഴും ഒരു സിസ്റ്റം മാത്രമല്ല. കാരണം വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രാ വിമാനങ്ങൾക്ക് എപ്പോഴും എഞ്ചിനുകൾ തൊട്ട് എല്ലാം തന്നെ സമാന്തര സംവിധാനങ്ങളുണ്ട്. ഒന്ന് പ്രവർത്തനരഹിതമായാൽ മറ്റൊന്നുടൻ തന്നെ അതിന്റെ ചുമതല ഏറ്റെടുക്കും. അതാണ് സമ്പൂർണ്ണ സുരക്ഷയ്ക്കുള്ള ഒരേ ഒരു നമ്മുടെ മുന്നിലെ പോംവഴി. അത് കാരണം ഈ ഒരു സംഭവം ശരിക്കും ഒരു വ്യവസായ യുദ്ധമോ വ്യാവസായിക സ്പൈയിങ്ങിന്റെ ഫലമായിട്ട് നടന്ന ഒരു ആക്രമണമോ ഒക്കെ ആയിക്കൂടുന്നില്ല എന്നുള്ള സൂചനകളാണ് പല വിദഗ്ധരും നൽകിയത്. അതുപോലെ അപ്ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ നടത്തിയ അപ്ഗ്രേഡിംഗ് അല്ല, പഴയ സിസ്റ്റം വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ് ചെയ്തത്. ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ. ദൗർഭാഗ്യവശാൽ ഈ വ്യോമയാന രംഗത്ത് നടക്കുന്ന ഒരിക്കലും ലോകത്ത് ആരും അറിയില്ല. അതൊക്കെ എപ്പോഴും മറച്ചു വെക്കും. വാർത്തകളിലും അത് വരില്ല. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം.